തനിക്കെതിരായ AI ഗ്രൂപ്പുകളുടെ യോജിച്ചുള്ള നീക്കത്തിനെതിരെ തുറന്നടിച്ച് KPCC പ്രസിഡന്റ് VM സുധീരൻ. ആര് വിചാരിച്ചാലും യോജിക്കില്ലെന്ന് കരുതിയവർ യോജിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. ഇതിന് താൻ നിമിത്തമായെന്നും സുധീരൻ പറഞ്ഞു. അതിനിടെ സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിർത്തിവെക്കാൻ സുധീരൻ തീരുമാനിച്ചു. INTUC നേതാവായിരുന്ന MS റാവുത്തറുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് AI ഗ്രൂപ്പുകൾക്കെതിരെ തുറന്നടിച്ച് VM സുധീരൻ രംഗത്തെത്തിയത്. ആര് വിചാരിച്ചാലും യോജിക്കില്ലെന്ന് കരുതിയവർ താൻ മൂലം യോജിച്ചു. നിമിത്തമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായ പ്രതികരണമാണിത്. ഉന്നതരായ പല നേതാക്കന്മാരും ശ്രമിച്ചിട്ട് നടക്കാതെ പോയ യോജിപ്പ് ഇന്ന് കേരളത്തിലെ പാർട്ടിയിലെ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒന്നിക്കുന്നു എന്നുള്ളത് ഞാൻ വെറുതെ കാണുന്നതല്ല. ആര് വിചാരിച്ചാലും യോജിപ്പിക്കാൻ സാധിക്കില്ല, യോജിക്കില്ല എന്ന് കരുതിയ ഗ്രൂപ്പുകൾക്ക് യോജിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുക? പിന്നെ അതിനാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്കുള്ളത്, ഒരു ചെറിയ നിമിത്തമാകാൻ എനിക്കൊരവസരം കിട്ടി എന്നുള്ളത് അതിനേക്കാളും സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അതിനിടെ പുനഃസംഘടന തനിക്കെതിരായ ആയുധമാക്കാനുള്ള AI ഗ്രൂപ്പുകളുടെ നിലപാടുകളെ തടയാൻ സുധീരൻ മറുതന്ത്രം ഇറക്കി. പുനഃസംഘടന ഇനിയും തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്നാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം മുന്നിൽ കണ്ടാണിത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാലും അത് പുനഃസംഘടന മൂലം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുമെന്ന് സുധീരൻ വിലയിരുത്തുന്നു. സർക്കാരിനെ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായാൽ പോലും പാപഭാരം തന്റെ തലയിൽ കെട്ടിവെക്കുമെന്നും സുധീരൻ മുൻകൂട്ടി കാണുന്നു. അതിനിടെ വക്താക്കളെ വിലക്കിയ സുധീരൻ ഒപ്പമുള്ളവർ നടത്തുന്ന പരസ്യ പ്രസ്താവനകളെ വിലക്കുന്നില്ലെന്ന് AI ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ VM സുധീരൻ തന്നെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകാൻ കാരണമാകുമെന്നും ഗ്രൂപ്പ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.